ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിധി തേടിയുള്ള അഡ്വഞ്ചർ യാത്ര. ഒരു വല്ലാത്ത രസമാണ് ഇങ്ങനെയുള്ള കഥകൾ കാണാനും പറയാനും കേൾക്കാനും. എന്നാൽ അതുപോലൊരു കഥ ഇന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ. നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടായ സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കാര്യം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഒരു ഘട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരിക്കലും മറ്റാരും ഇത് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യാദൃശികമായിട്ടും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു മാപ്പ് നമ്മുടെ കഥാനായികക്കും അതുപോലെ തന്നെ കഥയിലെ വില്ലനും കിട്ടുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു അഡ്വഞ്ചർ യാത്ര തന്നെ. വില്ലനാണെങ്കിൽ അതെങ്ങനെയെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ലാറയാണെങ്കിൽ ഒരിക്കലും അത് അവന് കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആരായിരിക്കും വിജയിക്കുക? നമുക്ക് നേരെ കഥയിലേക്ക് പോയിട്ട് ആ ഒരു കഥ കേൾക്കുകയല്ലേ. അപ്പൊ പോകാം നമുക്ക് കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. കിങ് അലക്സാണ്ടർ ഈ ലോകം തന്നെ കീഴ്പ്പെടുത്തിയ ചക്രവർത്തിമാരിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് അലക്സാണ്ടർ. അദ്ദേഹത്തിന്റെ ആ ഒരു യുദ്ധത്തിന് ശേഷം ഒരുപാട് അളവറ്റ സമ്പത്തും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് യുദ്ധത്തിലൂടെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് കിട്ടിയിരുന്ന ഒരു വലിയ സമ്പത്ത് ഏതോ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ കറക്റ്റായിട്ട് ഇപ്പോഴും ആളുകൾക്കറിയില്ല അതെവിടെയാണ്, ആ ഒരു ക്ഷേത്രം എവിടെയാണെന്ന്. അങ്ങനെ കുറേ അധികം വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കാണിക്കുകയാണ് ഗ്രീസിൽ. അവിടെ കടലോരത്ത് വെച്ച് ഒരു കല്യാണത്തിന്റെ പാർട്ടി നടക്കുകയാണ്. അത് ഗംഭീരമായിട്ടുള്ള ആഡംബരപൂർണമായ കല്യാണം തന്നെയാണ്. ഇതിനിടയിൽ അവിടെ വലിയൊരു ഭൂകമ്പം നടക്കുകയാണ്. ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് നേരെ കടലിലേക്ക് പോകാൻ കേട്ടോ. ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്തേക്ക് തന്നെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുകയാണ്. വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് അന്നുണ്ടായ അപകടത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇവർക്ക് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കി കൊണ്ടുവരാനായിട്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഇവരെക്കാളൊക്കെ സാഹസികമായിട്ട് സ്റ്റണ്ട് ചെയ്തിട്ട് ഒരാൾ അവിടെ വന്ന് നിൽക്കുകയാണ്. ആ ആള് മറ്റാരുമല്ല, നമ്മുടെ കഥാനായികയായിട്ടുള്ള ലാറ ക്രാഫ്റ്റ് ആയിരുന്നു. അല്ല, നീ എന്തിനാണ് ഇതുപോലെയുള്ള ചീള് കേസിന് വരുന്നതെന്നൊക്കെ അവിടെയുള്ള ആ ഒരു പയ്യന്മാര് ചോദിച്ചപ്പോൾ ലാറ പറയുന്നത് അവള് വന്നത് ആ ഭൂകമ്പത്തിൽ താഴേക്ക് പോയ കല്യാണ പരിപാടിന്റെ സാധനങ്ങൾ എടുക്കാൻ വന്നതല്ല. വർഷങ്ങൾക്ക് മുന്നേ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ രണ്ട് സ്ഥലത്താണ് സൂക്ഷിച്ചത്. ഒന്ന് ഈജിപ്തിലെ പിരമിഡിനുള്ളിൽ, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഗ്രീസിലെ തന്നെ ഏതോ ഒരു പഴയ ക്ഷേത്രത്തിലെ. എന്നാൽ ഇതുപോലെയുള്ള ഭൂകമ്പങ്ങൾ കാരണം അന്ന് ആ കല്യാണ പരിപാടിയിലെല്ലാം താഴേട്ട് പോയില്ലേ, അതുപോലെ തന്നെ ആ ക്ഷേത്രവും ഈ ഭാഗത്ത് എവിടെയായിട്ട് വെള്ളത്തിനടിയിലായി പോയിട്ടുണ്ട്. നമ്മളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈജിപ്തിലെ ആ ഒരു സമ്പത്തൊന്നും ഒന്നും ആയിരിക്കില്ല. എന്തായാലും കടൽ മുഴുവനായിട്ടും ഇവരൊന്ന് സ്കാൻ ചെയ്തെടുക്കുകയാണ് ആ ഒരു ഏരിയ. പിന്നെ വെള്ളത്തിന്റെ ആ ഒരു ദിശ, അതൊഴുകുന്ന ആ ഒരു പാറ്റേൺ, ഇതെല്ലാം വെച്ച് ഇവർ ഏകദേശം ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇവർ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതായത് വെള്ളത്തിനടിയിലൂടെ സ്പെഷ്യലായിട്ട് പോകാനുള്ള ആ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നേരെ ആ ഒരു വെള്ളത്തിനടിയിലെ ക്ഷേത്രം കണ്ടുപിടിക്കാനായിട്ട് ഇവർ പോകുന്നത്. പോകുന്ന വഴിയിൽ അറിയാലോ, വിചിത്രമായിട്ടുള്ള പല ജീവികളെയും ഇവർ നേരിട്ട് കാണുന്നുണ്ട്. അതുപോലെ എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഷാർക്കുകളെയും ഇവർ കാണുകയാണ്. സ്ഥലം അത്ര പന്തിയല്ലാന്ന് പോകുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായിട്ടോ. എന്നിരുന്നാലും കൂടുതൽ ആഴത്തിലേക്ക് ഇവർ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കടലിനടി എന്ന് പറഞ്ഞാൽ ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഈ ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. അങ്ങനെ അവസാനം ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ വെളിച്ചത്തിൽ തൂണുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ആ ഒരു തകർന്നു വീണ ക്ഷേത്രം. നേരെ അതിന്റെ പല ഭാഗത്തേക്കായിട്ട് ഇവർ പോയി നോക്കുമ്പോൾ ഈ കടലിനടിയിൽ വീണ് കിടക്കുന്ന ക്ഷേത്രത്തിന്റെ ചില ഭാഗത്തായിട്ട് വെള്ളമില്ലായിരുന്നു. അതായത് നമ്മളിങ്ങനെ പാട്ടൊക്കെ അമർത്തി വെച്ച് വെള്ളത്തിലേക്ക് അമർത്തുകയാണെങ്കിൽ അതിന്റെ ഉൾഭാഗത്ത് വെള്ളം ഉണ്ടാവില്ലല്ലോ. സോ ആ രീതിയിൽ ഇതിന്റെ ഉള്ളിൽ എയർ കൂടിയും കിടക്കുകയാണ്. എന്തായാലും ആ ഒരു പഴയ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇവർ നേരെ കയറി ചെല്ലുകയാണ്. കയറി ചെന്ന് നോക്കുമ്പോൾ, എടാ മോനെ, എന്താ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി കണക്കിന് സ്വർണ്ണങ്ങളാണ്. അളവറ്റ സമ്പത്ത് എന്ന് പറയാം. ഇത് കണ്ട പാട് തന്നെ ലാറയുടെ കൂടെ വന്ന ആ രണ്ട് പയ്യന്മാരും തുള്ളിച്ചാടുകയാണ്. മാത്രമല്ല അവിടെ തന്നെ വലിയൊരു ശിലയുണ്ടായിരുന്നു. അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആയിരുന്നു. ആ ഒരു പ്രതിമയുടെ നടുവിൽ തന്നെയായിട്ട് ഒരു സ്വർണത്തിന്റെ ഒരു കോയിനും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോയിന്. എന്നാൽ ലാറ ഈ ഒരു സമ്പത്തിലേക്കൊന്നും വല്ലാതെ നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന ചുമർ ചിത്രങ്ങളുണ്ടല്ലോ, ഇതിന്റെ എല്ലാം ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ ആ ഒരു പയ്യന്മാര് ഈ നിലത്ത് കിടക്കുന്ന സ്വർണ്ണം ഒന്നും പോരാന്ന് പറഞ്ഞിട്ട് ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നെഞ്ചിലുണ്ടായിരുന്ന ആ ഒരു കോയിൻ ഉണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി പോയ സമയത്ത് എന്തൊക്കെയോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഒരു ക്ഷേത്രത്തിന്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലാറ മുകളിലൂടെ ഈ കുരങ്ങ് അള്ളി പിടിച്ചു പോലെ അതുപോലെ പോയി നോക്കുമ്പോൾ യാദൃശികമായിട്ട് വളരെ വിചിത്രമായിട്ടുള്ള സ്വർണ്ണമൊന്നുമല്ല മറ്റെന്തോന്ന് അവൾ കാണുകയാണ്, ഒരു ഗോളം. പക്ഷെ ആ ഒരു ഗോളം എടുക്കാൻ പറ്റുന്നില്ല, ഇരുമ്പുമായിട്ട് അത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾ എങ്ങനെയൊക്കെയോ അത് എടുക്കാൻ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് എന്തോ ഒരു കുലുക്കം പോലെ. ഇതേ സമയത്തിന് ഇവരെ കൂടാതെ ചില ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ആൾക്കാർ ഒന്നും നോക്കാതെ ലാറയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും കൊന്നുകളയാണ്. അവരുടെ കരച്ചിൽ കേട്ട് ലാറ താഴേക്ക് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ മുറിച്ചെടുത്തോണ്ടിരിക്കുന്ന ആ ഒരു ഗോളം ഉണ്ടല്ലോ, അത് അവളുടെ കയ്യിൽ നിന്ന് മിസ്സായി അത് താഴേക്ക് വീഴാണ്. അതിപ്പോ വന്നിരിക്കുന്ന ഈ വില്ലന്മാരുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ലാറ വന്ന ആ ഒരു ബൈക്കുമായിട്ട് ലാറയെ അവിടെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് അവരവിടുന്ന് പോവാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ലാറയ്ക്ക് വെടി കൊണ്ടിട്ടില്ലായിരുന്നു. അവൾ വെള്ളത്തിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങുകയാണ്. തകർന്നു വീണിട്ടുണ്ടെങ്കിലും അതിനിടയിലൊന്നും പെടാതെ എങ്ങനെയൊക്കെയോ അവള് രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇതിന്റെ പുറത്തേക്ക് കടക്കുന്നുണ്ട്. എന്നാൽ അടിയിൽ പൂർണ്ണമായിട്ടും വെള്ളമല്ലേ. അതുപോലെ തന്നെ കടലിന്റെ ആഴ്ഭാഗമാണ്. ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു വാഹനം ഉപയോഗിച്ചാണ്. എന്നാൽ ആ വാഹനം ഇപ്പൊ അവളുടെ കയ്യിലില്ല. വില്ലന്മാരത് കൊണ്ടുപോയി.
എങ്ങനെയായാലും ഇവിടുന്ന് നീന്തി മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവളെ ശ്വാസം മുട്ടി മരിക്കും. ഈ സമയത്ത് അവളൊരു വിദ്യ കാണുന്നുണ്ട്. കൈ തന്നെ മുറിക്കുകയാണ്. കൈ മുറിച്ചപ്പോൾ ബ്ലഡ് വന്നല്ലോ. ബ്ലഡ് വന്നപ്പോൾ ഒരു ഷാർക്ക് അങ്ങോട്ടേക്ക് എത്തുകയാണ്, ആ ഒരു സ്മെല്ല് പിടിച്ചുകൊണ്ട്. എന്നാൽ ഈ ഒരു ഷാർക്കിനെ എങ്ങനെ നേരിടണമെന്ന് ലാറയ്ക്ക് നന്നായിട്ട് അറിയാം. ആയുധം വെച്ചിട്ടോ അല്ലെങ്കിൽ വെടിവെച്ചിട്ടോ ഒരു കാര്യമില്ല. അതിന്റെ മൂക്ക് നോക്കി ഒരു കുത്തു കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല വേദനയായിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യാനും കഴിയും. പെട്ടെന്ന് തന്നെ മൂക്കിന് നോക്കി ഒരു കുത്തു കൊടുക്കുകയാണ്. ഇതിനുശേഷം അതിന്റെ പുറത്തേക്ക് ചാടി കയറുന്നുണ്ട്. സ്രാവും എന്ത് ചെയ്യണമെന്നറിയാതെ അതാ ഒരു വിരളിയിൽ നേരെ മുകളിലേക്ക് അങ്ങ് പോവാണ്. ഒരു വിധത്തിൽ ലാറ മുകളിലേക്ക് എത്തി നോക്കുമ്പോൾ ലാറ വന്നിരുന്ന ആ ഒരു ബോട്ട്, ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ ബോട്ട് ഒന്നുമില്ല, എല്ലാം ഈ വന്ന വില്ലന്മാർ അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന്റെ ആ ഒരു കഷ്ണത്തിൽ ലാറയ്ക്ക് പിടുത്തം കിട്ടുകയാണ്. അവൾ അതിന്റെ മേലെ തന്നെ കിടന്നു. മാത്രമല്ല ബോധം പോകുന്നതിന് മുന്നേ ആയിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചിൽ എന്തോ ഒരു സ്വിച്ച് ഞെക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം വെള്ളമില്ല, ഭക്ഷണമില്ല. അവൾ ആ ഒരു കടലിന്റെ മുകളിൽ ആ ഒരു ചെറിയ പലകയും പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവളെ തന്നെ തനിയെ പൊക്കിക്കൊണ്ട് അവിടേക്ക് ഒരു അന്തർവാഹിനി, അതായത് ഒരു മുങ്ങിക്കപ്പൽ വരുന്നുണ്ട്. അതിൽ നിന്ന് ചില ആൾക്കാർ ഇറങ്ങി വരികയാണ്. മറ്റാരുമല്ല, അത് ലാറയുടെ ആൾക്കാർ തന്നെയാണ്. അവളുടെ ബോധം പോകുന്നതിന് മുന്നേ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അവൾ ആ ഒരു വാച്ചിൽ പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്തായിരുന്നല്ലോ. ഇനി വേറൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെറും ഒരു നിധിവേട്ടക്കാരി മാത്രമല്ല ലാറ കേട്ടോ, നല്ല പൈസക്കാരിയാണ്. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ അമേരിക്കയിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് കാണിക്കുകയാണ്. അതിൽ തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ജൊനാഥൻ റൈസ്. നല്ല ബുദ്ധിയുള്ള സയന്റിസ്റ്റ് ആണ്. എന്നാൽ ഇയാളുടെ ബുദ്ധി മുഴുവനും ഏറ്റവും മോശമായിട്ടുള്ള കാര്യത്തിന് മാത്രമാണ് ഈ ജൊനാഥൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉപയോഗിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ഈവിൾ സയന്റിസ്റ്റ് എന്ന് പറയാം. പല രീതിയിലുള്ള ബയോ വെപ്പൺസ്, വൈറസ് ഇതെല്ലാം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആൾക്കാർക്കായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. സോ ഇയാളുമായിട്ട് ബിസിനസ് ചെയ്ത കുറച്ചധികം പണക്കാർ ഇപ്പൊ ഒരു ഫ്ലൈറ്റിലുണ്ട്. അങ്ങനെ ഓരോ ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോര ഛർദ്ദിക്കുകയാണ്. ഇതേ സമയത്തിന് ജോനാഥൻ പറയാണ്, നിങ്ങൾ കുടിച്ച ഓരോ വയലിലും ഞാനൊരു വൈറസ് കലർത്തിയിട്ടുണ്ട്. അതിന്റെ മറുമരുന്ന് എന്റെ കയ്യിൽ ഇപ്പോൾ തന്നെയുണ്ട്. പക്ഷേ അത് ഞാൻ തരണമെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര കോടി വെച്ച് ഓരോരുത്തരും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയാണ്. ഭയം കാരണം ആ കോടീശ്വരന്മാരെല്ലാവരും ഇയാൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ എത്രത്തോളം എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ് ഈ ജുനാദിനെന്ന്. ഇയാൾ മറ്റെന്തോ വലിയൊരു കണ്ടുപിടുത്തത്തിന് പിന്നാലെയാണ്. അതിനുള്ള ആ ഒരു ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം കാണിച്ചത്. എന്തായാലും അടുത്ത ഒരു പരീക്ഷണത്തിന് ലാറയ്ക്ക് ആ ഗ്രീസിലെ പഴയ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ ആ ഒരു ഗോൾ ഉണ്ടല്ലോ, അതിപ്പോ നിലവിൽ ആവശ്യമാണ്. എന്നാൽ ഇപ്പൊ അതുള്ളത് ലാറയുടെ കയ്യിലല്ല കേട്ടോ, ചെൻലു എന്ന് പേരുള്ള ഒരു ക്രിമിനലിന്റെ കയ്യിലാണ്. അവനും അവന്റെ ആൾക്കാരും വന്നിട്ടാണ് അന്ന് ആ ഒരു ക്ഷേത്രത്തിൽ നിന്നും അത് എടുത്തുകൊണ്ട് പോയത്. എന്തായാലും ഈ ഒരു വിവരം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ വാർഡ് തന്നെ ജൊനാഥനെ അയാളുടെ ആളുകൾ അറിയിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ചെൻലു ആണെങ്കിൽ ഇപ്പൊ നിലവിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അവന്റെ പിന്നാലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള പോലീസ് സംവിധാനം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങിയാൽ അവൻ എന്തായാലും പിടിക്കപ്പെടും. അതുകൊണ്ട് ചെൻലു ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതൊന്നും എനിക്ക് അറിയേണ്ട, എത്രയും പെട്ടെന്ന് ആ സാധനം എനിക്ക് കിട്ടിയിരിക്കണമെന്ന് ജൊനാഥൻ വാണിംഗ് കൊടുക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ ലാറയെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ആള് ചില്ലറക്കാരിയല്ല, അത്യാവശ്യം നല്ല ധനികയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ലാറയുടെ ഫാമിലി തന്നെ അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതിന് പുറമെ ഒരുപാട് പര്യവേഷണം കാര്യങ്ങളും നടത്തിയിട്ട് സമ്പത്തും കാര്യങ്ങളൊക്കെ അവള് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ലാറയുടെ കൂടെ തന്നെ വിശ്വസ്തനായിട്ടുള്ള വേലക്കാരും അതുപോലെ തന്നെ ജോലിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ ഒരു പ്രായമായിട്ടുള്ള ഒരാളൊക്കെ ഉണ്ട്. മൂപ്പരുടെ കൂടെയാണ് ചുമ്മാ ഫൈറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനും ലാറയുടെ കൂടെയുണ്ട്, ടെറി. അവന്റെ കയ്യിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് അവിടെ നടന്ന ആ ഒരു സംഭവം എന്താണ്, ആ ഒരു ഗോളം, ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ലാറ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വൈകുന്നേരം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഹോഴ്സ് റൈഡിങ് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവൾ അവളുടെ ആ ഒരു ഗാർഡനിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് 2 ഹെലികോപ്റ്റർ അവിടെ നിൽക്കുകയാണ്. അതിൽ നിന്ന് ചില കമാൻഡേഴ്സും ചില ഓഫീസേഴ്സും അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നുണ്ട്. ലാറയോട് എന്തോ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. ആ വന്നത് വേറെ ആരുമല്ല, അമേരിക്കയുടെ തന്നെ രഹസ്യ സംഘടന ഉണ്ടല്ലോ, അതിലെ പ്രധാന 2 ഓഫീസേഴ്സ് ആണ്. അതിൽ പ്രധാനമായിട്ടുള്ള ആ ഒരു ജിമ്മി ഇപ്പോൾ ലാറയോട് സംസാരിക്കുന്നുണ്ട്. അതായത് ചെൻലു എന്നൊരാളാണ് നീ അന്ന് എടുക്കാൻ വേണ്ടി പോയ ആ ഒരു ഗോളവുമായിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞത്. മാത്രമല്ല നിന്റെ 2 ആൾക്കാരെ കൊന്നു കളഞ്ഞതും അയാൾ തന്നെയാണ്. ഈ ചെൻലു ഈ നാട്ടിൽ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള പല പരിപാടികളും ചെയ്യുന്നുണ്ട്. പലതരം കടത്തൽ പരിപാടികളൊക്കെ ചെയ്യുന്നത് അവന്റെ നേതൃത്വത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ലാറ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു ഗോളം കൊണ്ടുപോയത്. ഇതേ സമയത്തിന് ജിമ്മി ഉണ്ടല്ലോ, അവൾക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മറ്റാരുടേതുമല്ല, നോബൽ പ്രൈസ് വരെ കിട്ടിയ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ബഹുമാനിക്കപ്പെടുന്ന സമൂഹത്തിൽ ഭയങ്കര വിലയുള്ള സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥൻ റൈസ് ആയിരുന്നു. അല്ല ഇദ്ദേഹമാണോ? ഇദ്ദേഹം ഭയങ്കര പ്രഗത്ഭനായിട്ടുള്ള ഒരു നല്ല സയന്റിസ്റ്റ് അല്ലെന്ന് ചോദിക്കുമ്പോൾ ആയിരുന്നു മേഡം. പക്ഷേ അയാളുടെ തല ചെറുതായിട്ടൊന്ന് തിരിഞ്ഞുപോയി. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ ലോകത്തിൽ നടക്കുന്ന പല ടെററിസ്റ്റ് ആക്ടിവിറ്റികളിലും ഇയാൾ ഇൻവോൾവ് ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ബയോ വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നത് ഇയാൾ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ പുതിയ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇയാൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ ഒരു ഗോളം ആവശ്യമാണ്. എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള മറ്റെന്തോ ഒന്ന് അയാൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാറ, പ്രസിഡന്റ് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. ലോകത്ത് എന്തോ വലിയൊരു മഹാമാരി തന്നെ വരാൻ കിടക്കുകയാണ്. അതിന് ദയവ് ചെയ്ത് തടുക്കാൻ സഹായിക്കണം. ഈ സമയത്താണ് ലാറ അവളെന്ന ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, ലൂണ ടെമ്പിൾ എന്നാ പറയാ, ആ ടെമ്പിളിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില പിക്ചേഴ്സ് അവള് ഫോട്ടോ ഇങ്ങനെ എടുത്തായിരുന്നല്ലോ, ആ ചിത്രത്തിലേക്ക് അവളൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പുരാണമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള ചിത്രങ്ങൾ വരച്ചു വെക്കുകയാണെങ്കിൽ അതിനും പറയാനുണ്ടാവുമല്ലോ ഒരു ഹിസ്റ്ററി. ആ ഹിസ്റ്ററി ഇപ്പോൾ നമ്മുടെ ലാറ വായിച്ചെടുക്കുന്നുണ്ട്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട്
വർഷങ്ങൾക്ക് മുന്നേ ജീവൻ ലൈഫ് അത് ഫോം ചെയ്ത ഒരു വലിയ ശക്തിയുണ്ട്. അങ്ങനെ ലൈഫ് ഫോം ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ശക്തി ഉണ്ടാകുമ്പോൾ ആ ലൈഫ് എന്ന ഒരു ശക്തിയെ തന്നെ ഇല്ലാതാക്കാനായിട്ട് മറ്റൊരു ശക്തിയും കൂടി ഉണ്ടാവുമല്ലോ. അതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച ആ ഒരു ബോക്സിന് പറയുന്ന പേരാണ് പാൻഡോറ ബോക്സ്. അതിന്റെ ആ ഒരു ചിത്രങ്ങളെ കുറിച്ച് ആ ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ നന്നായിട്ട് തന്നെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബോക്സിനെ കുറിച്ച്, പാൻഡോറ ബോക്സിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്ന ഈജിപ്തിലെ ഒരു ഫറോവ 2300 വർഷങ്ങൾക്ക് മുന്നേ ഈ ബോക്സ് കണ്ടുപിടിച്ചു. അത് തുറന്നു. അതോടുകൂടി ഒരു മഹാമാരി തന്നെ ആ ലോകത്തില് അവരുടെ രാജ്യത്തിലുണ്ടായി. ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. ഒരിക്കലും അങ്ങനെ ഒരു വിപത്ത് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് വളരെയധികം സാഹസികമായിട്ട് തന്നെ ഫറോവയുടെ മകൻ ആ ഒരു പാൻഡോറ ബോക്സിനെ ലോകത്തിൽ ആർക്കും കിട്ടാത്ത രീതിയിൽ എവിടെയോ കൊണ്ടുപോയി മറച്ചു വെച്ചു. എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തി പല രാജ്യങ്ങളും കീഴ്പ്പെടുത്തി അവസാനം ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന്റെ കുറെ പോരാളികൾ ഒരു പ്രത്യേക അസുഖം വന്നു മരിക്കുന്നതായിട്ട് കണ്ടു. അതിന് കാരണമായതും ആ ഒരു പാൻഡോറ ബോക്സ് ആണെന്ന് മനസ്സിലായി. അവസാനം ഇന്ത്യയുടെ കൊടൂരമായിട്ടുള്ള കാടുകളിൽ വെച്ച് ആ ഒരു ബോക്സ് കണ്ടുപിടിച്ചു. ഈ ലോകത്തിന്, മനുഷ്യരാശിക്ക് തന്നെ ഇത് വലിയ ഭീഷണി ആയേക്കുമെന്ന് കരുതിയിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ആൾക്കാരും അതുമായിട്ട് അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇന്ന് വരെ ലോകത്തിൽ ആർക്കും അറിയാത്ത ഒരു സ്ഥലത്ത് അത് അവർ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു പാൻഡോറ ബോക്സ് കണ്ടുപിടിക്കാനുള്ള മാപ്പ്, ആ മാപ്പാണ് ആ ഒരു ഗോളത്തിലുള്ളത്. അല്ലാതെ ആ ഗോളത്തിനുള്ളിലായിട്ട് മറ്റൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ആ ഒരു മാപ്പ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോളത്തിന് പിന്നാലെ ഈ ഒരു സയന്റിസ്റ്റ് ജൊനാഥൻ സെയിൻ നടക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് മുന്നേ ആയിട്ട് അവന്റെ കയ്യിൽ ആ ഒരു ഗോളം കിട്ടാൻ പാടില്ല. ഇതേ സമയത്തിന് ഈ ഗോളത്തിന്റെ ചിത്രവും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ലാറ അവിടെ എത്തിയപാട് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ. അതിന്റെ ആ ഒരു മുഴുവനായിട്ടുള്ള വിഷ്വല് ഇപ്പൊ ടെറിക്ക് കിട്ടുന്നില്ല. അവനത് നന്നായിട്ട് തന്നെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ ടെറി പറയണം, മാഡം ഇത് മുഴുവനായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും വായിക്കാൻ കഴിയുന്നില്ല. സോ ഒരേ ഒരു രക്ഷയുള്ളൂ, ആ ഗോളമായിട്ട് തന്നെ നമ്മൾ പോയിട്ട് കണ്ടുപിടിക്കണം. ഒരു വലിയ മിഷൻ തന്നെയാണ് ഇപ്പൊ ലാറ ഏറ്റെടുക്കാൻ നിൽക്കുന്നത്. സോ അതിന് പ്രഗത്ഭരായിട്ടുള്ള 2 ഏജൻസിനെ തരാ എന്ന് ഇപ്പൊ അവര് ജിമ്മി പറയുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അവനെയാ വേണ്ടത്, ആ ബ്രൂസിനെ. എന്റെ ദൈവമേ, അവനെയോ? ലാറ അവനിപ്പോ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും കോട്ട തുറക്കാൻ പോയിട്ടുണ്ടാവും. അതായത് ബേസിക്കലി ഈ ബ്രൂസും ഇതുപോലുള്ള ഒരു ക്രിമിനലാണ്. അത്യാവശ്യം മോഷണം, കള്ളക്കടത്ത് ഇതെല്ലാം ചെയ്യുന്ന ആൾ തന്നെയാണ്. എന്നാൽ അവനെപ്പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ലാറയ്ക്ക് ഈ ഒരു മിഷൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായില്ലേ, ബ്രൂസ് അത്ര ചില്ലറക്കാരനല്ല എന്ന്. എന്നാൽ നിലവിൽ ഇപ്പൊ ബ്രൂസ് എവിടെയാന്ന് ഇവർക്ക് അറിയില്ല. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഗസാക്കിസ്ഥാനിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഭയങ്കര റിമോട്ടഡ് ആയിട്ടുള്ള ഒരു ജയിലും കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പൊ ഒരു ട്രക്ക് വരുന്നുണ്ട്. ആ ട്രക്കിൽ മറ്റാരുമായിരുന്നില്ല, ലാറ തന്നെയാണ്. അറിയാലോ ലാറയുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും. ചിലപ്പോൾ ഈ ഒരു രഹസ്യ ഏജൻസിക്ക് വരെ അറിയാത്ത കാര്യങ്ങൾ അവളും അവളുടെ ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് തന്നെ ഈ ഒരു റിമോട്ടഡ് ആയിട്ടുള്ള ജയിലിലാണ് അവൾ ചോദിച്ച ബ്രൂസ് ഉള്ളത്. എന്തായാലും ആ ഒരു ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഈ തണുപ്പിൽ പിടിച്ചിട്ട് ഒരുപാട് ജയിൽ പുള്ളികളുണ്ട്. ലാറ എന്ന ആ ഒരു പെണ്ണിനെ കണ്ട സമയത്ത് തന്നെ ഓരോരുത്തന്മാർക്കും ചപ്പാടും ബഹളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ലാറ നേരെ ചെല്ലുന്നത് ഏറ്റവും ലാസ്റ്റത്തെ സെല്ലിലേക്കാണ്. അവിടെയാണ് ആ ഒരു ബ്രൂസ് ഉള്ളത്. എന്തായാലും അവനിരിക്കുന്ന ഒരു സെല്ല് തുറക്കാൻ കേട്ടോ. ഒരു കിടിലൻ സാധനം എന്ന് പറയാം, ഒരു ഗടാഗടിയ. അപ്പൊ എന്തിനാ നീ എന്നെ കാണാൻ വന്നതെന്ന് ലാറ അവനോട് ചോദിച്ചപ്പോ, നിനക്ക് വേണ്ടിയിട്ട് ഒരു വലിയ വീട്, $5 million, അതിന് പുറമെയായിട്ട് നിന്റെ മേത്തുള്ള എല്ലാ കേസുകളും ഞാൻ ഇവിടുന്ന് റിമൂവ് ആക്കാൻ പോവാണ്. ഞാൻ നിന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പോവാണ്. സ്വാഭാവികമായിട്ടും ബ്രൂസ് ചോദിക്കാലോ, ഇതൊക്കെ എന്തിനാ എനിക്ക് വേണ്ടി ചെയ്യുന്നത്, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഒരു ജോലി അവൻ ഏൽപ്പിക്കുകയാണ്. അതായത് ചൈനയിലെ ഏതോ ഒരു ഗ്യാങ്സ്റ്റർ കൂട്ടുണ്ട്, അങ്ങോട്ടേക്ക് നമ്മുടെ ലാറയെ എത്തിക്കണം. അപ്പോൾ അതെന്തിനാ ആ ഒരു പരിപാടി ചെയ്യുന്നത് ചോദിച്ചപ്പോൾ, കൂടുതലൊന്നും നീ അറിയേണ്ട, എന്റെ ഒരു വസ്തു അവരുടെ കയ്യിലുണ്ട്, എനിക്ക് ആ ഒരു സാധനം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അങ്ങനെ ബ്രൂസിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. മാത്രമല്ല ഫ്ലൈറ്റ് ഒന്നും കയറി ഇവന് പോകാൻ കഴിയില്ല, ആളൊരു പിടികിട്ടാ പുള്ളിയാണ്. എങ്ങനെയോ റിമോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ജയിലിൽ വന്ന് പെട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു വാഹനം ഇവർ ഉപയോഗിക്കുന്നുണ്ട് ചൈനയിലേക്ക് പോകാനായിട്ട്, ഒരു ഹൈ സ്പീഡ് ജെറ്റ്. സോ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ലാറയും അതുപോലെ തന്നെ ബ്രൂസും കൂടെ നേരെ ചൈനയിലേക്ക് പോകുന്നത്. ചൈനയിലേക്ക് ഇവർക്ക് ഇറങ്ങാനായിട്ട് റൺവേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എവിടെയാണോ ഇറങ്ങേണ്ടത് ആ ഒരു സ്ഥലം എത്തിയ സമയത്ത് പെട്ടെന്ന് തന്നെ ലാറ ആ ജെറ്റിൽ നിന്നും ഒറ്റയടിക്ക് ഇജക്ട് ചെയ്യാണ്. കൂടെ തന്നെ ബ്രൂസും ഉണ്ട്. എന്തായാലും ഇവര് വന്ന ആ ഒരു ജെറ്റാണെങ്കിൽ ഒരു മലയിൽ പോയിട്ട് ഒരൊറ്റയടിയാണ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. രണ്ടുപേരും പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മലയടിവാരത്തിലേക്ക് വരുന്നുണ്ട്. ഒരു കർഷക പ്രദേശമാണ് അത്. എന്തായാലും വെള്ളത്തിൽ വീണ് അവർ നീന്തി കരക്ക് കയറുന്നുണ്ട്. അവിടെ കുറച്ച് കർഷകരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശി ഇപ്പൊ ലാറയെ കണ്ടുപാട് തന്നെ, ലാറ വേഗം കയറി വാ, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അതായത് ലോകത്തിന്റെ എവിടെ ചെന്നാലും അവൾക്കൊരു കോണ്ടാക്ട് ഉണ്ടാവും. ഇതെല്ലാം കണ്ട് ബ്രൂസ് ആകെ ഞെട്ടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലാറയ്ക്ക് മറ്റൊരു വിവരം കിട്ടുകയാണ്. അതായത് ഇവർ തേടി വന്ന ആ ഒരു ലീ ഗ്യാങ് ഉണ്ടല്ലോ, അവരെ കണ്ടുപിടിച്ചാൽ മാത്രം പോരെ, അവരുടെ കയ്യിൽ എന്തോ ഒരു ചാവിയുണ്ട്, അതുകൂടെ കണ്ടുപിടിക്കണം എന്ന് പറയാണ്. എന്തായാലും അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഇപ്പൊ ലാറ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, നമ്മുടെ ബ്രൂസിനോട് ചോദിക്കുകയാണ്, ഇവൾ എന്തൊരു അഡ്വഞ്ചേഴ്സിന് പോവുകയാണെങ്കിലും തനിയെ ഒറ്റയ്ക്കേ പോവുള്ളൂ, പക്ഷെ ഇത്തവണ എന്തിനാ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഇപ്പൊ ബ്രൂസ് പറയാണ്, അത് പിന്നെ ഇത്തവണ ഞങ്ങൾ തേടി പോകുന്നത് ആ ഒരു ലീ ഗ്യാങ്ങിനെയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖം മാറുകയാണ്. അതായത് ലീ ഗ്യാങ് അത്ര ചില്ലറക്കാരല്ല, എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഗ്യാങ്സ്റ്റേഴ്സ് തന്നെയാണ് അവർ. ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഗ്യാങ്സ്റ്റേഴ്സ് എവിടെയാ നോക്കുകയാണെങ്കിൽ അത് ചൈനയിൽ തന്നെയാണ്. എന്തായാലും അങ്ങനെയുള്ള ഒരു ടീമിനെ തേടിയിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിയിൽ നേരിട്ട് പോകേണ്ട, നമുക്ക് വളഞ്ഞും തിരിഞ്ഞും പോകുന്നതായിരിക്കും സേഫ് എന്ന് പറഞ്ഞപ്പോൾ ലാറ പറയണം, അതൊന്നും വേണ്ട, നമ്മൾ നേരെ തന്നെ
പോകുന്നു പറയാണ്. സോ ഇവരുടെ ബൈക്കിൽ പരമാവധി എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ പല അഡ്വഞ്ചറും ലാറ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു പറയണം, ചൈന വൻമതിലുണ്ടല്ലോ, അതിന്റെ ഈ ആരും പോവാത്ത ഏരിയകളൊക്കെ ഉണ്ടാവല്ലോ, അതിന്റെ മുകളിലൂടെ വരെ അവൾ റേസ് ചെയ്ത് പോവാണ്. എന്നാൽ ബ്രൂസ് ഈ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അവളുടെ അത്രക്ക് സാഹസികത കാണിക്കാനൊന്നും ധൈര്യം അവനില്ല. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ റേസെല്ലാം നടത്തിക്കൊണ്ടാണ് കേട്ടോ. എന്തായാലും ജയിക്കാരായിരിക്കും, ലാറ തന്നെയായിരിക്കും. അങ്ങനെ ബൈക്ക് കൊണ്ട് എവിടം വരെ പോകാൻ പറ്റുമോ അത്രയും ദൂരത്തിലേക്ക് ഇവർ പോകുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റില്ല, ഇനി നടന്നു വേണം പോകാൻ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ അമേരിക്കയിലാണ് കാണിക്കുന്നത്. ചെൻലുവിന്റെ ഒരാള് ആ ഒരു ഗോളുണ്ടല്ലോ അതുമായിട്ട് ചെറിയൊരു പെട്ടിയിലാക്കിയിട്ട് നേരെ ഈ ഒരു സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. എന്നാൽ പോകേണ്ടി വന്നില്ല. അതിനു മുന്നേ തന്നെ ജൊനാഥൻ റേസിന്റെ ആൾക്കാർ വന്നിട്ട് ഇയാളെ അവിടുന്ന് എടുത്തോണ്ട് പോവാണ് കേട്ടോ. എന്തായാലും എത്തി ആ ഒരു പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ആ ഒരു ഗോൾ ഉണ്ടായിരുന്നില്ല, ഒരു പഴയ നോക്കിയുടെ ഫോൺ മാത്രമാണ്. അപ്പൊ തന്നെ ദേഷ്യം വന്ന ജൊനാഥൻ ഈ വന്ന ആളെ കൊന്നു കളയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് അതിലുണ്ടായിരുന്ന ആ ഒരു നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പോ ഈ ചെല്ലു ആ ഒരു ഫോൺ എടുക്കുകയാണ്. എന്താടാ നിനക്ക് ജീവനിൽ ഭയമൊന്നുമില്ലേ? സാധനം എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തിനെയും അത്രയും ക്രൂരമായിട്ട് ഞാൻ കൊല്ലുന്നു പറഞ്ഞപ്പോ ഇപ്പൊ ചെല്ലു പറയാണ്, സാർ ഞാൻ പറയുന്നത് അങ്ങോട്ടേക്ക് കേൾക്ക്. എത്രയോ കോടി രൂപ ഉള്ള ആ ഒരു സാധനം, ആ ഗോളം ഞാൻ നിങ്ങൾക്ക് വെറും 5 കോടി രൂപക്ക് തരികയാണെങ്കിൽ അത് നിങ്ങൾ എന്നെ പറ്റിക്കുന്നത് പോലെ ആവില്ലേ? നീ പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് ജനാഥൻ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ലാറ ഇങ്ങോട്ടെത്തും. ഒരു മാക്സിമം 1/4 മണിക്കൂറിന്റെ ഉള്ളിൽ അവൾ ഇങ്ങോട്ടേക്ക് എത്തും. നിങ്ങൾ എനിക്ക് വേണ്ട കാശ് തന്നിട്ടില്ലെങ്കിൽ അവൾ എന്നോടൊരു വില പറയും, ആ കാശ് ഞാൻ മേടിക്കും, എന്നിട്ട് ഈ ഒരു ഗോളം ഞാൻ അവൾക്ക് കൊടുക്കുന്നു പറയണം. ദേഷ്യം അടക്കി പിടിച്ച് ജൊനാഥൻ റൈസ് പറയാണ്, ഓക്കെ നീ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് 2 സാധനങ്ങൾ കിട്ടിയിരിക്കണം, ആ ഒരു ഗോളവും അതുപോലെ തന്നെ ലാറയുടെ ബോഡിയും. രണ്ടിനും കൂടി ഞാൻ ഇട്ടിരിക്കുന്ന വില 100 കോടി രൂപയാണ്. ചെല്ലു 100% ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലാറയെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൂടിയാണ് ഇവിടെ വെച്ച് ചെല്ലു ഏറ്റെടുത്തിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ലാറ ഈ ഒരു ഗ്യാങ്ങിനെ തേടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന ഒരു ഘട്ടത്തിൽ അവൾക്ക് മനസ്സിലായി അവൾ ചതിക്കപ്പെട്ടു എന്ന്. ചതിച്ചത് മറ്റാരുമല്ല, കൂടെ വന്നിരിക്കുന്ന ഈ ബ്രൂസ് തന്നെയാണ്. നേരെ അവന് നേരെ ഗണ്ണെടുത്ത് ചൂണ്ടുന്നുണ്ട്. എന്നാൽ ബ്രൂസ് പറയാണ്, കൊഞ്ചം അങ്ങേ പാറ് കണ്ണ. നോക്കുമ്പോ എന്താ ഈ ചെല്ലുവിന്റെ ആൾക്കാർ ഓൾറെഡി അവിടെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെയും കൈയോടെ കെട്ടിയിടുകയാണ് കേട്ടോ. മാത്രമല്ല അവിടുന്ന് കൊണ്ടുവന്ന സമയത്ത് ബ്രൂസ് ലാറയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് എത്രയാണോ ആ ഒരു സയന്റിസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞത് അതിനേക്കാൾ ഒരു 10-15 കോടി നീ എക്സ്ട്രാ കൊടുക്കാന്ന് പറ. അങ്ങനെ ചെല്ലുവിന്റെ അടുത്തേക്ക് രണ്ടുപേരെയും കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ചെല്ലു ഈ ഒരു ബ്രൂസിനെ കണ്ടപാട് തന്നെ അവന്റെ ചെള്ളക്ക് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ ഒരു ബ്രൂസ്. എന്നാൽ അന്ന് എന്തോ ഒരു തരികയുടെ പരിപാടി കാണിച്ച് ബ്രൂസ് ചെല്ലുവിനിട്ട് എന്തോ ഒരു പണി കൊടുത്ത് പോയതാണ്. സോ അതിന്റെ ആ ഒരു അടിയാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. എന്നാൽ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കണക്ക് പിന്നെ തീർക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാറയും കൂട്ടി മറ്റൊരു ഹാളിലേക്ക് ചെല്ലു ചെല്ലുകയാണ്. അവരുടെ കൈ ഓൾറെഡി എന്താ പറയാ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഒരു ഹോളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം പുരാവസ്തുക്കൾ അവൻ ഇങ്ങോട്ടേക്ക് കട്ടുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പല സ്ഥലത്തുനിന്നും. ഇപ്പൊ ഓരോ ഡീലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ലാറ എങ്ങനെയാണ് അവളുടെ ആ ഒരു കെട്ട് പൊട്ടിക്കാണ്. പിന്നെ പറയണ്ടല്ലോ, ചെല്ലുവിനിട്ട് കണക്കിന് കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലായി പുറത്തുണ്ടായിരുന്ന ആൾക്കാർ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ബ്രൂസിനും നല്ല പെട കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉള്ളിൽ ലാറയോട് പിടിച്ചു നിൽക്കാനായിട്ട് ചെല്ലുവിന് പറ്റിയില്ല കേട്ടോ. അവൻ വീഴാണ്. മാത്രമല്ല ഒരു ഗണ്ണെടുത്ത് അവന്റെ പെരടിക്ക് വെച്ച് തന്നെ ചോദിക്കുകയാണ്, എവിടെയാടാ ഒരു ഗോളം? ജീവനിൽ ഭയന്നു പോയ ഈ ഒരു ചെല്ലു ഉണ്ടല്ലോ, അയാൾ അപ്പൊ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഷാങ്ഹായിലെ ഏതൊരു വലിയ ഹോട്ടലുണ്ട്, അവിടെയാണ് സാധനം വെച്ചിരിക്കുന്നത്. ഇപ്പൊ അപ്പുറത്താണെങ്കിൽ ബ്രൂസും ഈ ഒരു ചെല്ലുവിന്റെ ആൾക്കാരെ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവൻ കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവന് വെറുതെ വിടാന്ന് ലാറ തീരുമാനിച്ചു. മാത്രമല്ല അന്ന് ആ ഒരു ലൂണ ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ താഴേക്ക് ഇവർ പോയ സമയത്ത് അവിടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശിലയുടെ നെഞ്ചത്തായിട്ട് ഒരു സ്വർണത്തിന്റെ ഒരു പതക്കം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ ഇവന്റെ കഴുത്തിലുണ്ട്. അതിപ്പോ അവള് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഈ ചെല്ലു കാണിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു പിസ്റ്റൽ എടുത്ത് അവളെ ഷൂട്ട് ചെയ്യലാണ്. എന്നാൽ അതിൽ നിന്നും തെന്നി മാറിയ ലാറ ഉണ്ടല്ലോ, ഇനി ഇവനെ വെച്ചുകൊണ്ടൊരു കാര്യമില്ല, കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. ഹൃദയത്തിൽ തന്നെ വന്ന് തുളച്ചു കയറുന്നുണ്ട് കേട്ടോ. ഒരു ആവശ്യമില്ലാത്ത പണിയായിരുന്നു, സ്പോട്ടിൽ തന്നെ മരിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അതായത് ബ്രൂസ് അവളെ ചതിച്ചതൊന്നുമല്ല, ഇവരുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു പ്ലാന് മാത്രമായിരുന്നു അത്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ ലാറ അവളുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അതായത് ടെറി, ആ ഒരു ഹാക്കർ, അവനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. നീ പറഞ്ഞതുപോലെ ആ ഒരു കീ ഉണ്ടല്ലോ അത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാണ്. അത് മറ്റൊന്നുമല്ല, അവന്റെ കഴുത്തിൽ നിന്ന് എടുത്ത ആ ഒരു പതക്കം തന്നെയാണ്, സ്വർണത്തിന്റെ പതക്കം ഉണ്ടല്ലോ അത് തന്നെ. അതിന്റെ ഫോട്ടോ വേഗം തന്നെ ലാറ ടെറിക്ക് അയച്ചു കൊടുക്കുകയാണ്. അവൻ അതിന്റെ ആ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോയിൽ നോക്കുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു പതക്കത്തിന്റെ നടുവിലായിട്ട് ഒരു ലേഡി ഒരു കുഴലല്ല 2 കുഴൽ ഇങ്ങനെ ഊതി നിൽക്കുന്ന ഒരു ചിത്രമാണുള്ളത്. വേഗം തന്നെ അതിന്റെ ആ ഒരു സീക്രട്ട് അതെന്താണെന്ന് അവൻ ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന്റെ പണിക്ക് ഇറങ്ങുകയാണ്. എന്തായാലും ഇപ്പൊ ലാറയും അതുപോലെ തന്നെ ബ്രൂസും നേരെ പോകുന്നത് ഷാങ്ഹായിലെ അവർ പറഞ്ഞ, അതായത് ഈ ഒരു ചെല്ലു പറഞ്ഞ ഒരു വലിയ ഹോട്ടൽ ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെ വെച്ചാണ് ഡീലിങ്സ് നടക്കാൻ പോകുന്നത്. ചെല്ലു മരിച്ചിട്ടുണ്ടെങ്കിലും ആ സയന്റിസ്റ്റിന് ജൊനാഥന് ആ ഒരു ഗോളം കൊടുക്കാന്ന് പറഞ്ഞല്ലോ, ഫണ്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ എന്തായാലും ചെല്ലുവിന്റെ ആൾക്കാർ അവിടെയുണ്ട്. ആ ഒരു ഗോളവുമായിട്ട് സയന്റിസ്റ്റിന്റെ ആൾക്കാരുമായിട്ട് ഡീൽ നടത്താൻ വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യമൊക്കെ ഇപ്പൊ ലാറയും അതുപോലെ തന്നെ ബ്രൂസും കാണുകയാണ് കേട്ടോ. എന്നാൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥൻ റൈസിന്റെ ആളുകൾ മാത്രമായിരുന്നില്ല, അയാൾ തന്നെ ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഈ സാധനത്തിന്റെ വാല്യൂ അത് എത്രത്തോളാണെന്ന് അത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി ഒരിക്കലും അത് കൈവിട്ട് പോകാൻ പാടില്ല. സാഹസികമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവരുടെ ഇടയിൽ ആ ഒരു ഡീൽ നടക്കുന്നതിന് മുന്നേ പരമാവധി ഇവർക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിട്ട് ഇത് തട്ടിയെടുക്കാൻ
എടുക്കാനായിട്ട് ലാറ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കും അതുപോലെ ബ്രൂസിനും ഇത് കിട്ടുന്നില്ല. കുറച്ച് ഹാർഡായിട്ട് ഡീലും കഴിഞ്ഞ് ആ ഒരു പെട്ടിയുമായിട്ട് ഇപ്പൊ ഈ ഒരു ജൊനാഥൻ റൈസും അയാളുടെ ആൾക്കാരും ഹെലികോപ്റ്ററിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ലാറ ഓട്ടി വന്നിട്ട് ഈ ഒരു ഹെലികോപ്റ്ററിൽ എന്തോ ഒരു പെട്ടി അടിച്ചു വെക്കുകയാണ്, ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഈ കാര്യം ജൊനാഥനും അവന്റെ ആൾക്കാരും അറിഞ്ഞില്ല കേട്ടോ. എന്നാൽ അതൊരു ബോംബൊന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഒരു GPS ട്രാക്കർ മാത്രമായിരുന്നു. ഇവരെങ്ങോട്ടാ പോകുന്നത് അത് മനസ്സിലാക്കാനായിട്ട് നോക്കുമ്പോൾ നേരെ പോകുന്നത് ഹോങ്കോങ്ങിലേക്കാണ്. ഇവരുടെ പിന്നാലെ തന്നെ ലാറയും അതുപോലെ ബ്രൂസും പോകുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് അവരെ ഫോളോ ചെയ്ത് പോകുന്നൊന്നും കഴിയില്ല. എന്നിരുന്നാലും ആ ഒരു ഹെലികോപ്റ്ററിന്റെ ആ ഒരു GPS ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഹോങ്കോങ്ങിലെ തന്നെ നഗരത്തിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ഷോപ്പിംഗ് മാളിന്റെ അവിടെയാണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ വലിയ ഷോപ്പിംഗ് മാളിന്റെ അടിയിലായിട്ട് വലിയൊരു ലാബ് ഉണ്ട്, അവിടെയാണ് ഈ പരീക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. എന്തായാലും വേഗം തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ലാറയും ബ്രൂസും പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥനെ കാണിക്കുകയാണ്. ഇയാൾക്ക് ഇപ്പൊ കയ്യിൽ കിട്ടിയ ആ ഒരു ഗോൾ ഉണ്ടല്ലോ, അതിനെ പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്തുകൊണ്ട് അതിൽ ആ ഒരു വിവരങ്ങൾ ഓരോന്നായിട്ട് ഇയാൾ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർക്ക് കിട്ടേണ്ടത് ആ ഒരു ലൊക്കേഷനാണ്, എവിടെയാണ് അലക്സാണ്ടർ ചക്രവർത്തി പാൻഡോറ ബോക്സ് ഒളിപ്പിച്ചിരിക്കുന്നത്. അത് പയ്യെ പയ്യെ അതിന് ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് ഈ സയന്റിസ്റ്റിനോട് പറയാണ് അവർ മിസ്സായി, അതായത് ലാറയെ കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. അവളെ കൊന്നിട്ടല്ലാതെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇവരൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഇതേ സമയത്ത് ഇങ്ങോട്ടേക്ക് തന്നെ നമ്മുടെ ലാറയും ബ്രൂസും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ മുകളിലെത്തിയ സമയത്ത് എങ്ങനെയാണ് ലാബിന്റെ ഉള്ളിലേക്ക് പോകാന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും സംശയാസ്പദമായ രീതിയിൽ അവിടെ ഒരാളെ കാണുന്നുണ്ട്. പയ്യെ ഇയാളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഡോർ ഉണ്ടായിരുന്നു. ഇയാൾക്കിട്ട് 2 വീക്കും വീക്കി നേരെ അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ റൂമിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഇതിന്റെ എല്ലാ ഒരു സിസ്റ്റവും അതിലൊക്കെ ഉള്ളത്. അതുപയോഗിച്ച് ലാറ നേരെ താഴേക്ക് എത്തുകയാണ്. എന്നാൽ ലാബിന്റെ ഉള്ളിലേക്ക് ഇവർ കയറിയ വിവരം ആരും അറിയുന്നില്ല കേട്ടോ. അധികം വൈകിയില്ല, ഈ വിവരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഈ സയന്റിസ്റ്റിന്റെ ആൾക്കാർ അറിയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ഗോൾ ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ലാറ അതിനെ സ്കാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ലാറയുടെ കണ്ണിൽ തന്നെ ഒരു കണ്ണാടി ഉണ്ട്, അത് വെച്ചാണ് സ്കാൻ ചെയ്യുന്നത്. അവൾ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ വിവരം അമേരിക്കയിലുള്ള ടെറിക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈവായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ അവനും ഇതിലുള്ള ഓരോ വിവരങ്ങൾ അങ്ങനെ ഡീകോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥനും ഇയാളുടെ ആൾക്കാരും കൂടെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ബ്രൂസ് കണ്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അവരെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കേട്ടോ. അവന് പറ്റുമായിരുന്നു, എന്നിട്ടും അത് ചെയ്തില്ല. ഇതേ സമയത്ത് തന്നെ ലാറ അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവളുടെ പിന്നാലെ വന്ന സയന്റിസ്റ്റിന്റെ ആൾക്കാർ അവളെ കൈയോടെ പൊക്കുകയാണ്. സ്കാനിങ് ആണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥനും ഈ ഒരു ഗോളം ഇതുവരെയായിട്ടും പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞാലേ അതിലുള്ള ആ ഒരു വിവരങ്ങൾ കിട്ടുള്ളൂ. എന്നാൽ ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ അവളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഒന്ന് അടിച്ചു വീഴ്ത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബ്രൂസ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടെ വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ അവർ രണ്ടുപേരും ജൊനാഥനെയും അവന്റെ ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് വേഗം തന്നെ ലാബിന്റെ മുകളിലേക്ക് പോവാണ്. എന്നിട്ട് ഷോപ്പിംഗ് മാളിന്റെ മുകളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഓൾറെഡി ഈ ഒരു ബ്രൂസ് ഇവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ബ്രൂസും അതുപോലെ ലാറയും രക്ഷപ്പെട്ടു പോവാണ്. അപ്പൊ ഈ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥൻ ആകെ മൂഞ്ചി കുത്തിയിരിക്കുകയാണ്. ആ ഒരു പാൻഡോറ ബോക്സിലേക്ക് പോകാനായിട്ടുള്ള മുഴുവൻ വഴിയും അയാൾക്ക് ഇപ്പൊ നിലവിൽ കിട്ടിയിട്ടില്ല എന്നാ തോന്നുന്നത്. എന്തായാലും അന്ന് രാത്രി ബ്രൂസും അതുപോലെ തന്നെ ലാറയും ഒരു സ്ഥലത്ത് ഹൈഡായിട്ടിരിക്കുകയാണ്. പിന്നെ രണ്ടുപേരും പണ്ട് ഒരുപാട് പ്രണയിച്ച ആൾക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവരുടെ ഇടയിൽ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇനി ഇവർ ആ ഒരു പാൻഡോറ ബോക്സ് തേടി അതിന്റെ അടുത്തേക്ക് നേരിട്ട് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ വെച്ച് ലാറ ഒരു പരിപാടി കാണിക്കുകയാണ്. ഒരു വിലങ്ങെടുത്തുകൊണ്ട് ബ്രൂസിന്റെ കൈ മനഃപൂർവ്വം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിലേക്ക് ഘടിപ്പിച്ചു വെക്കുകയാണ്. ഇതെന്താ, എന്തിനെന്നെ ഇങ്ങനെ ചതിക്കുന്നത് അല്ലെങ്കിൽ ലോക്ക് ചെയ്യുന്നതെന്ന് ബ്രൂസ് ചോദിച്ചപ്പോൾ ചതിച്ചത് ആരാണ്? നമ്മളെ രണ്ടുപേരുടെ ഇടയിലും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ പലതവണയായിട്ട് നീ എനിക്ക് പണി തന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ നിന്നെ കൊല്ലേണ്ടതാണ്. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹമുള്ളത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ കൊല്ലുന്നില്ല. എന്തുകൊണ്ടാണ് നിന്നെയും കടന്നുകൊണ്ട് ആ ഒരു ജൊനാഥൻ സയന്റിസ്റ്റ് എന്റെ അടുത്തേക്ക് ഇന്നലെ വന്നത്? അവിടെ വെച്ച് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ ഒരു മാളിന്റെ ഉള്ളിലേക്ക് ഈ ലാബിന്റെ ഉള്ളിലേക്ക് വന്ന വിവരം നീ അവർക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ തനിയായിരിക്കെ, ഞാൻ ഒറ്റക്ക് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാറ നേരെ ആ ഒരു സ്ഥലത്തിലേക്ക് പോകണം. പോകുന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു ഗോളം പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബോട്ട് എടുത്ത് പോകുന്ന വഴിയിൽ ലാറ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വീട്ടിലേക്ക് കയറുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഫാമിലി കുട്ടികളുടെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കാണുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് കാശും കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് ഈ ഒരു TV ഞാൻ എടുക്കാന്ന് പറയാണ്. ഒരു പഴയ ടിവിയാണ്. TV എടുത്ത അവിടെ തന്നെ അതിന്റെ അവിടെ എവിടെയായിട്ട് എന്തൊക്കെയോ അവൾ ഘടിപ്പിക്കുകയാണ്. പിന്നെ ഒരു ക്യാമറയും സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം എടുത്തുകൊണ്ട് ആ ഒരു മോണിറ്റർ അവൾ സെറ്റ് ചെയ്ത് അവസാനം ഒരു ലൈവ് വീഡിയോ കോൾ ടെറിക്ക് ചെയ്യാണ്. അതായത് ഈ ഒരു ഗോളം ഇതുവരെയായിട്ടും അവന് പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. സോ അതിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇപ്പൊ ഈ ഒരു ടിവിയിലൂടെ അല്ലെങ്കിൽ അവൾ അവിടെ വെച്ച ക്യാമറയിലൂടെ അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം ടെറി പൂർണ്ണമായിട്ടും അതിലെ എല്ലാ വിവരങ്ങളും ഡീകോഡ് ചെയ്യുകയാണ്. സോ അതൊരു സൗണ്ട് പോലെ ഇവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഗോളം നോക്കിയിട്ട് ആ ഒരു സൗണ്ടിലൂടെ അവൾ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ആക്റ്റീവ് ആവുകയാണ്. എന്താ പറയാ, വളരെയധികം ടെക്നോളജിയുള്ള ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ പോലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചില പ്രകാശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ പ്രകാശത്തിൽ ശരിക്കും എവിടെയാണ് ആ ഒരു പാൻഡോറ ബോക്സ് ഉള്ളത്, ആ ലൊക്കേഷൻ ശരിക്കും ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ തന്നെ ഏതോ നിബിഡമായിട്ടുള്ള ഒരു വനത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിലവിൽ അതുള്ളത്. ആ കാര്യങ്ങളെല്ലാം ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ പോലെ തന്നെ അവൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ പാൻഡോറ ബോക്സ് എവിടെയാണെന്നും ആ ലൊക്കേഷൻ എവിടെയാണെന്നും അവൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫാമിലി ആണെങ്കിൽ ആകെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുകയാണ്.
ഇതിനിടയിൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥൻ മറ്റൊരു പരിപാടി കാണിക്കുന്നുണ്ട്. ലാറയ്ക്ക് എല്ലാ ഹെൽപ്പും സപ്പോർട്ടും ചെയ്യുന്നത് ഈ ടെറിയാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് 2-3 ആൾക്കാരെ വിടുകയാണ്. അവന് ഭീഷണിപ്പെടുത്തി ആ ഗോളം ഇവരുടെ കയ്യിൽ കിട്ടാതെ തന്നെ ഈ ഒരു പാൻഡോറ ബോക്സിന്റെ ലൊക്കേഷൻ അവരും കണ്ടുപിടിക്കുകയാണ്. ഇതിനുശേഷം ആഫ്രിക്കയിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ പ്രദേശം. അതിലൂടെ ഒരു വാഹനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓടിക്കുന്നത് കോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇയാൾ ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറ്റാരുമല്ല നമ്മുടെ ലാറയെ തന്നെ. എന്തായാലും ഒരു പാരച്യൂട്ടിൽ ലാറ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കോസയെ കാണുകയാണ്. കോസയുടെ കൂടെ നേരെ അവന്റെ ആ ഒരു ട്രൈ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ അടുത്തേക്ക് പോവുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ലോകത്ത് എവിടെ ചെന്നാലും ലാറയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബ്രൂസ് ലാറ പോയ ആ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ അവസാനം ആ ഒരു TV എല്ലാം കണക്ട് ചെയ്ത് ഒരു വീഡിയോ കോൾ ചെയ്തില്ലേ ഈ ടെറിയുമായിട്ട്, ആ സ്ഥലത്തേക്ക് ഇപ്പൊ ബ്രൂസ് എത്തുകയാണ്. അപ്പൊ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് ആ ആന്റി ആഫ്രിക്കയിലേക്ക് പോയി എന്ന്. ലൊക്കേഷൻ കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ബ്രൂസും നേരെ ആഫ്രിക്കയിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിൽ ലാർ ഇപ്പോൾ ആ ഒരു കോസയുടെ കൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗോത്രത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. പുറംലോകവുമായിട്ട് ഇവർക്ക് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. ഇവർ താമസിക്കുന്നത് വലിയൊരു മലയുടെ കീഴ്ഭാഗത്തായിട്ടാണ്. അങ്ങനെ അവരുടെ ആ ഒരു മൂപ്പന്റെ അടുത്തേക്ക് ലാറ വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു ലുക്ക് തന്നെ വളരെയധികം വിചിത്രമായിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം പുറംലോകവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. പിന്നീട് ലാർ ആ ഒരു ഗോളം ഇവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട സമയത്തിന് ആ ഗോത്രത്തിന്റെ തലവൻ പറയാണ്, ഒരു കാരണവശാലും ഇതിന്റെ പിന്നിലെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ ഇനി പോകരുത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിവിടെ വെച്ചിട്ട് അതിവിടെ വിട്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തിരിച്ചു പോയിക്കോന്ന് പറയാണ്. എന്നാൽ ലാറ പറയാണ്, എനിക്ക് ഇതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യം കണ്ടുപിടിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല, എനിക്കത് അറിയും വേണ്ട. എന്നാൽ എന്റെ പിന്നാലെ മറ്റൊരുത്തം വരുന്നുണ്ട്, അതൊരു ചെകുത്താനാണ്. ഒരിക്കലും അവൻ ഇതിന്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യം അത് കണ്ടുപിടിക്കാൻ പാടില്ല. അത് നിങ്ങൾക്കും നമ്മുടെ ഈ ഒരു ലോകത്തിന് തന്നെ വലിയ നാശമായിട്ട് വരും. ഇതിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഗോത്ര തലവനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. കൂടെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവരുടെ പിന്നിൽ വലിയൊരു മല കാണുന്നില്ലേ, അതിന്റെ തുഞ്ചത്തെത്തണം എന്നൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് വരെ അതിന്റെ ആ ഒരു രഹസ്യം തേടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയ ആൾക്കാർ ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവിടെ വലിയൊരു കുഴിയുണ്ട്. ആ ഒരു കുഴി താണ്ടിക്കൊണ്ട് അവർക്ക് അപ്പുറത്തേക്ക് എത്തണം. എന്നാൽ അവിടെ കാവൽക്കാരായിട്ട് ഷാഡോ ഗാർഡിയൻസ് അങ്ങനെ ഒരു കൂട്ടം ആത്മാക്കളുണ്ട്. വിചിത്ര ജന്തുക്കളാണ്. അവരൊരിക്കലും അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമ്മതം നമുക്ക് തരില്ല. എന്നാൽ ഇവർ പോകാതിരുന്നതുകൊണ്ട് കാര്യമുണ്ടോ? പിന്നാലെ തന്നെ ആ ഒരു സയന്റിസ്റ്റ് വരുന്നുണ്ട്, അയാളുടെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അയാൾ എത്തുന്നതിന് മുന്നേ തന്നെ അത് കണ്ടുപിടിച്ച് അത് നശിപ്പിച്ചു കളയണം. എന്തായാലും പിന്നീട് ലാറയെ ആ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവരെ സമ്മതിച്ചു. മാത്രമല്ല കൂടെ ഒരു 10-25 ആൾക്കാരെയും പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മല അവരങ്ങനെ കയറാൻ തുടങ്ങുന്ന സമയത്ത് പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ കൈകളൊക്കെ ആകെ പേടിച്ച് ഇവിടുന്ന് പറന്നു പോവാണ്. നോക്കുമ്പോൾ എന്താ ഒരു 2 ഹെലികോപ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. മറ്റാരുമല്ല ജൊനാഥൻ റൈസും അതുപോലെ തന്നെ ഇയാളുടെ ആളുകളായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് മോഡേൺ വെപ്പൺസ് ആണ്. ഇവരുടെ മുന്നിലേക്ക് ഈ ഒരു ട്രൈബ്സ് അവരുടെ കുന്തവുമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാത്തിനെയും ആ പാവങ്ങളെ ഇവർ വെടിവെച്ച് കൊന്നുകളയാണ്. അവസാനം ഈ ലാറയും ഗൺ പോയിന്റിൽ പിടിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഗോളം മേടിക്കാണ്. എന്നിട്ട് ഈ ലാറയോട് തന്നെ നേരെ ആ ഒരു കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ഇപ്പൊ കോസ ലാറയോട് പറയാണ്, എന്തായാലും ആ ഒരു കുഴി താണ്ടി വേണ്ടേ അങ്ങോട്ടേക്ക് പോവാന്ന്. എന്താണ് കോസ ഉദ്ദേശിച്ചെന്ന് ഇപ്പൊ ലാറയ്ക്ക് മനസ്സിലായി. അതായത് ആ ഒരു കുഴി എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു ട്രാപ്പാണ്. അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം ആരൊക്കെയാണ് ആ ഒരു രഹസ്യത്തിലേക്ക് എത്തുകയെന്ന്. അങ്ങനെ ഇവര് നടക്കാൻ തുടങ്ങാണ്. നടന്ന് ആ ഒരു മലയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും അർദ്ധരാത്രിയായി തന്നെ പറയാം. മുന്നിൽ നടക്കുന്നത് ലാറ ക്രോഫ്റ്റും അതുപോലെ തന്നെ ഈ കോസയാണ്. പിന്നിലാണ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥനും ഇയാളുടെ ആൾക്കാരും വരുന്നത്. എന്നാൽ ഇവരിങ്ങോട്ടേക്ക് വന്ന വിവരം മൂന്നാമതൊരാൾ കൂടെ അറിഞ്ഞിട്ടുണ്ട്. അതായത് ലാറ തന്ത്രപൂർവ്വം ഒഴിവാക്കിയ ബ്രൂസ് അവൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ ഒരു മല കണ്ടുപിടിച്ചു. ഇവർ പോയതിന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഈ ഒരു ബ്രൂസും വരുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു മലയുടെ മുകളിൽ എത്തിയെന്ന് പറയുന്നില്ലേ, ആ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു വലിയ കുഴിയുണ്ട്. അതിന്റെ അരികിലൂടെ ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഓരോ കാഴ്ചകളും മരങ്ങളും കല്ലുകളും എല്ലാം വളരെയധികം വിചിത്രമായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയാവും. എന്നിരുന്നാലും ഇതിന്റെ ഇടയിലൂടെ അവരങ്ങനെ പോവാണ്. ഇപ്പൊ ഈ ഒരു ജൊനാഥന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സോൾജർ വിചിത്രമായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മേലെ രക്തം പോലെ എന്തോ ഒന്ന് കാണുകയാണ്. അതുപോലെ തന്നെ ഈ മരത്തിന്റെ മുകളിലൂടെ നിഴലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുന്നുണ്ട്. പക്ഷെ എന്തിന്റേതാണ് ആ ഒരു നിഴല് എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ മരത്തിൽ ഒരാൾ രക്തം കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഇയാൾ തൊട്ട സമയത്ത് തന്നെ ഈ അനങ്ങിക്കൊണ്ടിരിക്കുന്ന നിഴല് അത് ശരിക്കും നിഴലല്ല, പിശാചുകളായിരുന്നു. അതിലൊരെണ്ണം ഇയാളെ പിടിച്ചു വലിക്കുകയാണ്. ഒരാളെ മാത്രമല്ല, ആ കൂട്ടത്തിൽ ഓരോരുത്തരെയായിട്ടും കാണുന്നുണ്ട് ഈ നിഴൽ പിശാചുകൾ വന്നിട്ടാണ് ഇവരിങ്ങനെ കൊണ്ടുപോകുന്നത്. അതായത് ആ ഒരു മൂപ്പം പറഞ്ഞതുപോലെ ആ മലയെ കാക്കുന്ന ഷാഡോ ഗാർഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് നിഴൽ രൂപങ്ങൾ, നിഴൽ കാവൽക്കാർ. അവർ തന്നെയാണ് ജൊനാഥന്റെ ഓരോ ആൾക്കാരെയും ഇതുപോലെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നത്. മാത്രമല്ല ഇവർ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ സമയത്ത് ചില ജീവികളും ഇതുവരെയായിട്ടും കാണാത്ത വിചിത്രമായിട്ടുള്ള ജീവികൾ വന്നിട്ട് ഓരോരുത്തരെയും കടിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും വെപ്പൺ ഉണ്ടല്ലോ, വെടി വെച്ചുകൊണ്ട് പലതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ജൊനാഥൻ ലാറയോട് പറയാണ്, നീ എങ്ങനെയെങ്കിലും വഴി കാണിച്ചോ അല്ലെങ്കിൽ നിന്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരെയും കൊന്നുകളയുന്നു. ലാറ പറയാണ്, ആ ഒരു ഗോളം എനിക്ക് കിട്ടാതെ വഴി എനിക്ക് കാണിക്കാൻ കഴിയില്ല. ഇപ്പൊ ജൊനാഥൻ ആ ഒരു ഗോളം അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കിട്ടിയ പാട് തന്നെ അവിടെ ഒരു ചിതൽപ്പുറ്റ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ഗോളം അവളെ
ഗോളം ഇട്ട് കളയണം. ശരിക്കും ഈ ഒരു ജൊനാഥൻ റൈസ് വിചാരിച്ചിരുന്നത് അവൾ ആ ഒരു ഗോളത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണെന്നാണ്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ഗോളം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ചാവിയായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ലാറ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അലക്സാണ്ടറുടെ ഷിലിയുടെ നെഞ്ചിലുണ്ടായിരുന്ന ആ ഒരു പതക്കം, അതിൽ ആ ഒരു വിവരങ്ങൾ എല്ലാം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ ലാറ അറിഞ്ഞത്. എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളുണ്ടല്ലോ, നമ്മുടെ ഹാക്കറായിട്ടുള്ള ടെറി. എന്തായാലും ഗോളം ഇതുപോലെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ജൊനാഥൻ അവളുടെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ അതേ നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ നിഴൽ പിശാചുകളും ആ ഒരു ജീവികളും മറഞ്ഞു പോവാണ്. പകരം ഈ ഗോളം ഇട്ട ഭാഗത്ത് ഒരു വലിയ ഹോൾ ഉണ്ടായി വരുന്നുണ്ട്. താഴേക്ക് ഒരു വഴിയും ഒരു വലിയ ഗുഹ തന്നെ അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ടും ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അതിന്റെ ഉള്ളിൽ ഭൂഗുരുത്താകർഷണം, അതായത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇവരതിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് ഇവർക്ക് ഏതാണ് നിലം ഏതാണ് മുകൾ ഭാഗം എന്നൊന്നും തിരിയുന്നില്ല. എവിടെ കൂടെ വേണമെങ്കിലും നടക്കാം. ഇപ്പൊ ചുമരിലൂടെ നടക്കാം, ചുമരിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ സീലിംഗ്, അതുപോലെയുള്ള ഭാഗങ്ങളിലൂടെ നടക്കാം, നിലത്ത് കൂടെ നടക്കാം. അതായത് നോ ഗ്രാവിറ്റി എന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഈ ഗുഹ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് ബ്രൂസും വന്നിട്ടുണ്ട്. പിന്നീട് ഗുഹയുടെ ഉള്ളിലേക്ക് വന്ന് നോക്കിയ സമയത്ത് ഇവർ ആ ഒരു ഭീതിപ്പെടുത്തുന്ന കാഴ്ച കാണുകയാണ്. തിളച്ചു മറിയുന്ന ടാറ് പോലെയുള്ള കറുത്തിരുണ്ട എന്തോ ഒരു ദ്രാവകം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒത്ത നടുവിലായിട്ടാണ് ആ ഒരു ബോക്സ് ഉള്ളത്. പാൻഡോറ ബോക്സ്. എന്നാണോ ജീവൻ ഉണ്ടായിരുന്നത്, ആ ജീവനെ തന്നെ ഇല്ലാതാക്കാനായിട്ട് അന്ന് രൂപപ്പെട്ട ജീവന്റെ ശത്രു. അതായത് ഇത് ഈ ലോകത്തേക്ക് വരികയാണെങ്കിൽ ഈ ലോകത്ത് ജീവൻ ഉണ്ടാവില്ല. അതികൊടൂരമായിട്ടുള്ള എന്തോ ഒരു വൈറസ് ആണെന്ന് തോന്നുന്നു. എന്നാൽ തിളച്ചു മറിയുന്ന ആ ഒരു സാധനത്തിലേക്ക് ഇറങ്ങാനോ തൊടാനോ ആർക്കും ധൈര്യമില്ല. ഇതേ സമയത്ത് തന്നെ ലാറയെ ഭീഷണിപ്പെടുത്തി കൂടുതലുള്ളവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ജൊനാഥൻ തന്നെ അവളോട് അത് എടുക്കാൻ വേണ്ടി പറയാണ്. അവളുടെ കൈ പിടിച്ചു. ഗണ്ണുകൊണ്ട് അതിങ്ങനെ തട്ടി എടുക്കാൻ പറയുന്നുണ്ട്. അറിയാലോ, ഇത്രയും മോഡേൺ ആയിട്ടുള്ള വെപ്പൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മേക്കിംഗ് തന്നെയായിരിക്കും. ആ ഒരു ഗണ്ണ് വരെ ഈ ഒരു വെള്ളത്തിൽ തട്ടി ഉരുകി പോവാണ്. അതേസമയം ലാറയുടെ ആ ഒരു മുടിയുടെ ഒരിച്ചിരി ഭാഗം ആ ഒരു വെള്ളത്തിലാകുന്നുണ്ട്. ആ വെള്ളം അതിനെ ഉരുക്കി കളയുന്നുണ്ട്. ഇതിന് വെള്ളം എന്നൊന്നും പറയാൻ കഴിയില്ല, ഏതോ കൂടിയ ജാതി ആസിഡാണ്. എന്തായാലും പിന്നീട് എങ്ങനെയൊക്കെയോ അവള് മുകളിലേക്ക് ചാടി കയറുന്നുണ്ട്. അതായത് ഈ ജൊനാഥൻ പറഞ്ഞതുപോലെ അതെടുക്കാനായിട്ട് ഇയാളെ സഹായിക്കുന്നൊന്നുമില്ല. ദേഷ്യം വന്ന ജൊനാഥനാണെങ്കിൽ അവൾക്ക് നേരെ ഫയർ ചെയ്യാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം തെന്നി മാറിയിട്ട് ഇയാളിപ്പോൾ അവളുടെ പിന്നാലെ വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ജൊനാഥനെ അവൾ പിടിക്കുകയാണ്. കുറെ ദിവസമായിട്ട് വെച്ചോണ്ടിരുന്ന ഒരു പകണ്ട് അവളിട്ട് തീർക്കുകയാണത്. ചങ്കിന് നോക്കി ഒരേറ്റ കുത്തുകുത്തുന്നുണ്ട്. ഇയാളുടെ പിടുത്തം വിട്ടുപോയി. അതിൽ നിന്നും ആ ഒരു വെള്ളത്തിലേക്ക്, വെള്ളമല്ല ആ ആസിഡിലേക്ക് ഇയാൾ ചെന്നങ്ങ് വീഴുകയാണ്. നിങ്ങൾ നേരത്തെ കണ്ടേയല്ലേ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഗുഡ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു തോക്ക് വരെ ഉരുകി പോകണമെങ്കിൽ ഒരു മനുഷ്യൻ അതിലേക്ക് വീണ എന്തായിരിക്കും അവസ്ഥ? ജൊനാഥൻ റൈസിന്റെ ശരീരം മുഴുവൻ ഉരുകി ഒലിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ടും ഉരുകി ഒലിച്ച ആ ഒരു കൈയുമായിട്ട് ഇയാൾ വരുന്നത് ഈ പെട്ടിയുടെ അടുത്തേക്കാണ്. എനിക്ക് തിരിയാത്തത് ഇത് വല്ല ചെകുത്താനാണോ? അത് പുറത്തേക്ക് വന്ന എന്തായാലും മനുഷ്യവംശം ഇല്ലാതാവും അറിയാം. എന്നിട്ടും ഈ മനുഷ്യൻ എന്തിനാണ് ഇതിങ്ങനെ എടുക്കാൻ നോക്കുന്നത്? ഇതിങ്ങനെ കുറെ എടുത്ത് കോടികൾ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എന്ത് കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇതിന്റെ പിറകാലെ ഭ്രാന്ത് പിടിച്ച് നടന്ന ജൊനാഥൻ അവസാനം അർഹിച്ച കാര്യം തന്നെ നേടിയെടുത്തു എന്ന് പറയാലോ. ഈ സമയത്താണ് ബ്രൂസ് അങ്ങോട്ടേക്ക് വരുന്നത്. ലാറയുടെ കയ്യിൽ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. വേഗം വന്നിട്ട് ആ ഒരു മുറിവെല്ലാം കെട്ടിക്കൊടുത്ത് അതിലവൻ മരുന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു കാലത്ത് സ്നേഹിച്ച ആളല്ലേ, ബ്രൂസിനെ ആ ഒരു സ്നേഹം അവളോട് ഇല്ലാതിരിക്കോ? എന്തായാലും മുറിവ് അങ്ങനെ കെട്ടിക്കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ബ്രൂസ് പറയാണ്, നിനക്കറിയോ ആ കാണുന്ന പാൻഡോറ ബോക്സിന്റെ വില എത്രയാണെന്ന്? കോടാനുകോടിയാണ്. ഇത് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ മേടിക്കാനായിട്ട് എത്രത്തോളം ആൾക്കാരുണ്ടാവും അറിയോ? ക്യൂ നിൽക്കും. വില പേശാൻ നമുക്ക് ഈ ലോകത്തിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ കഴിയും ആ കിട്ടുന്ന കാശുകൊണ്ട്. ഇപ്പൊ ലാർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒരു രാജാവിനെ പോലെ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ പ്രജകൾ വേണ്ടേ? നിനക്കറിയോ ആ പെട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം എന്താണെന്ന്? അത് പുറത്തു വന്നാൽ മനുഷ്യര് നല്ല ഒരു ജീവൻ പോലും പിന്നീട് ഈ ഒരു ഭൂമിയിൽ ബാക്കിയാവില്ല. പിന്നെ എന്തിനാടാ ഇത് എടുക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് ഈ പൊട്ടന്റെ തലയിൽ ഇതൊന്നും കേറുന്നില്ല. ഇനി എന്തെന്നെ വന്നാലും ഞാനത് കൊണ്ടുവന്ന് ഇപ്പൊ ഈ ഒരു ബ്രൂസ് പറയുന്നുണ്ട്. എന്നാൽ ലാറ പരമാവധി അവനെ തടുക്കാൻ നോക്കാണ്. രണ്ടുപേരുടെ ഇടയിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ബ്രൂസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലാറ ക്രോഫ്റ്റ്, നിന്നെ എനിക്ക് കൊല്ലേണ്ടി വന്നാൽ ഞാൻ കൊല്ലുമെന്ന് തന്നെ പറയുന്നുണ്ട്. അവനത് പറഞ്ഞു തീർന്നില്ല, അവന്റെ നെറ്റിയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുകയാണ്. ഇത്രയും നേരം ലാറ അവനൊന്നും ചെയ്യാതെ വിട്ടത് അവൻ തിരിച്ചു വരും, തിരിച്ച് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ചിന്തിക്കാൻ പോകുന്നില്ല. സയന്റിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥനെ പോലെ തന്നെ തല തിരിഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷെ ജൊനാഥനുമായിട്ട് ഈ ബ്രൂസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ജൊനാഥൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂർ ഈവിളാണ്, അതായത് ഒരു പക്കാ ചെകുത്താന്. പക്ഷെ ബ്രൂസിന് വേണ്ടത് ഇത് വിറ്റ് കാശാക്കലാണ്. എന്നാൽ ആ മണ്ടൻ തിരിച്ചറിയുന്നില്ല എത്രത്തോളം വലിയ അപകടമാണ്. ജീവൻ ഉണ്ടായ സമയത്ത് ജീവന്റെ ഓപ്പോസിറ്റ് ഉണ്ടായ സാധനം അത്. എന്തായാലും ആ ഒരു പെട്ടി അതുപോലെ തന്നെ ആ ഒരു ആസിഡിലേക്ക് തിരിച്ചു വെച്ച് ആ ഒരു മല ഇറങ്ങി വരികയാണ് നമ്മുടെ ഈ ഒരു ലോറ ക്രോഫ്റ്റ്. മാത്രമല്ല ആ ഒരു ഗോത്രവും അവിടുത്തെ ആ ഒരു മൂപ്പനും എല്ലാവരും ലാറയോട് നന്ദി പറയാണ്. ഈ ഒരു വിവരം ഒരിക്കലും, ഈ രഹസ്യം ഒരിക്കലും പുറലോകം അറിയാൻ പാടില്ല. ഈ ഒരു ഗോത്രമായിട്ട് ഇനി ആരോടും പറയാനും പോകുന്നില്ല, ലാറയും ഇത് ആരോടും പറയാനും പോകുന്നില്ല. ആ രഹസ്യം അവരോടുകൂടെ തന്നെ അവിടെ ഇല്ലാതാവും ചെയ്യും. അങ്ങനെ എത്രയോ എത്രയോ രഹസ്യങ്ങൾ ഈ ഭൂമിയിൽ അടക്കപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും അതിന്റെ പിന്നാലെയെല്ലാം ലാറയ്ക്ക് ഒരു സമയത്ത് പോകേണ്ടിയും വരും. എന്തായാലും ലാറ അങ്ങനെയുള്ള യാത്രകൾക്ക് പോകുന്ന സമയത്ത് അവളുടെ കൂടെ തന്നെ നമുക്കും പോകാം. അപ്പൊ നിങ്ങൾ റെഡിയാണോ ഇതുപോലെയുള്ള അഡ്വഞ്ചർ യാത്രകൾ കാണാനായിട്ട്, കേൾക്കാനായിട്ട്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ ഇതുപോലെയുള്ള അഡ്വഞ്ചർ യാത്രകൾ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടേ? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ വരെ. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.